ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസണിലെ 25ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നാണം കെടുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. 7 വിക്കറ്റിനാണ് മുംബൈ RCBയെ തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത RCB 8 വിക്കറ്റിന് 196 റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ മുംബൈ 7 വിക്കറ്റും 27 പന്തും ബാക്കിയാക്കിയാണ് വിജയം നേടിയെടുത്തത്. ജസ്പ്രീത് ബുംറ 5 വിക്കറ്റ് നേടിയപ്പോൾ ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് എന്നിവർ 50 നേടി തിളങ്ങി. സീസണിലെ 5ാം തോൽവിയാണ് RCB നേരിട്ടത്. ടീമിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന തോൽവിയാണ് മുംബൈക്കെതിരെ നേരിട്ടതെന്ന് പറയാം. 6 മത്സരത്തിൽ 1 ജയം മാത്രം നേടിയ RCBക്കെതിരെ വലിയ ട്രോളുകളാണ് ഉയരുന്നത്. ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും ഒരുപോലെ ദുരന്തമാകുന്നതാണ് RCB നിരയിൽ കാണാനാവുന്നത്. ചെണ്ട ബൗളർമാരുടെ നിരയാണ് RCB എന്നതാണ് പ്രധാനമായും ആരാധകർ പരിഹസിക്കുന്നത്. റിസെ ടോപ്ലി 3 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്തപ്പോൾ മുഹമ്മദ് സിറാജ് 3 ഓവറിൽ 37 റൺസാണ് വഴങ്ങിയത്. ആകാശ് ദീപ് 3.3 ഓവറിൽ 55 റൺസാണ് വിട്ടുകൊടുത്തത്. ഗ്ലെൻ മാക്സ്വെൽ 1 ഓവറിൽ 17 റൺസും വഴങ്ങി. ഒരു സമയത്തും RCBക്ക് ആധിപത്യം കാട്ടാനായില്ല. ജസ്പ്രീത് ബുംറ 5 വിക്കറ്റുമായി തിളങ്ങിയ പിച്ചിലാണ് RCB ബൗളർമാർ തല്ലുവാങ്ങിയത്. ഒരു യോർക്കർ പോലും എറിയാൻ കഴിവില്ലാത്ത ബൗളർമാരാണ് RCB നിരയിലുള്ളത് എന്നാണ് ആരാധകർ പരിഹസിക്കുന്നത്. ബാറ്റിംഗ് നിരയും വിമർശനം കേൾക്കുന്നുണ്ട്. വിരാട് കോഹ്ലിക്കെതിരെയും ട്രോളുകൾ ഉയരുന്നുണ്ട്. ഓപ്പണറായി ഇറങ്ങിയ കോഹ്ലി 9 പന്തിൽ 3 റൺസാണ് നേടിയത്. 33 സ്ട്രൈക്ക് റേറ്റിലാണ് കോഹ്ലി കളിച്ചത്. മുംബൈയെപ്പോലെ മികച്ച ബാറ്റിംഗ് കരുത്തുള്ള ടീമിനെതിരെ 230 മുകളിലേക്ക് സ്കോർ എത്തിക്കണമായിരുന്നു. എന്നാൽ ഓപ്പണിംഗിൽ കോഹ്ലിയുടെ മെല്ലെപ്പോക്ക് ബാറ്റിംഗ് RCBയെ പിന്നോട്ടടിച്ചു. മെല്ലെപ്പോക്ക് ബാറ്റിംഗാണ് ടൂർണമെൻറ്റിലുടനീളം കോഹ്ലി നടത്തുന്നത്. മത്സരശേഷം പ്രതികരിച്ചതിലും 40 റൺസ് കുറവായിരുന്നു എന്നാണ് നായകൻ ഫാഫ് ഡു പ്ലസിസ് തുറന്നു പറഞ്ഞത്. ഗ്ലെൻ മാക്സ്വെലിനെ കളിപ്പിക്കുകയും കാമറൂൺ ഗ്രീനിനെ പുറത്തിരുത്തുകയും ചെയ്ത RCBയുടെ തീരുമാനം മണ്ടത്തരമാണെന്ന് ആരാധകപക്ഷം. RCB മധ്യനിരയിലാണ് ഗ്രീനിനെ കളിപ്പിക്കുന്നത്. കോഹ്ലിയെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റി ഗ്രീനിനെ കൊണ്ടുവരണമെന്നാണ് ആരാധകർ പറയുന്നത്. മുംബൈയും RCBയും തമ്മിലുള്ള വ്യത്യാസം സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ വ്യക്തമാകുമെന്നും ആരാധകർ പറയുന്നു. RCB താരങ്ങൾ വ്യക്തിഗത നേട്ടങ്ങൾക്കായാണ് കളിക്കുന്നത് എന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. ഇഷാൻ കിഷൻ 34 പന്തിൽ 69 റൺസാണ് അടിച്ചെടുത്തത്. സ്ട്രൈക്ക് റേറ്റ് 202 മുകളിലായിരുന്നു. രോഹിത് ശർമ്മ 158 മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചപ്പോൾ സൂര്യകുമാറിന്റെ സ്ട്രൈക്ക് റേറ്റ് 273 മുകളിലായിരുന്നു. തിലക് വർമ്മ 160 മുകളിൽ സ്ട്രൈക്ക് റേറ്റിലും കളിച്ചു. എന്നാൽ RCB താരങ്ങളിൽ മിക്കവരുടെയും സ്ട്രൈക്ക് റേറ്റ് 150 താഴെയാണ്. RCBയുടെ ഈ ടീം പ്ലേ ഓഫ് കടക്കില്ലെന്ന് ഉറപ്പാണെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു.